ഇന്നത്തെ ഉച്ചയൂണിന് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. കുറച്ച് മത്തി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് പീരി വെട്ടിക്കാനും വറക്കാനും ഒക്കെ എടുക്കാമെന്ന് വിചാരിക്കുക. അത് വൃത്തിയാക്കി അതിനുള്ള വറക്കാൻ വേണ്ടിയിട്ടുള്ള മുളകും ഒക്കെ തേച്ച് വെച്ചിട്ടുണ്ട്. കൊച്ചു മത്തിയാണ് കിട്ടിയേക്കുന്നത്. നല്ല സ്വാദാണ് വറുത്ത് കഴിഞ്ഞാൽ. ഇവിടെ എല്ലാവർക്കും ചെറിയ മീനോടൊക്കെയാണ് ഇഷ്ടം. വലിയ മേടിക്കത്തില്ല എന്നില്ല, വലുത് മേടിക്കും ചിലപ്പോഴൊക്കെ, അപൂർവമായിട്ടേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെ ഒന്ന് കറിവേപ്പിലയൊക്കെ ഇട്ട് വറക്കാൻ വെക്കുക. അപ്പോൾ മീൻ പറ്റിക്കുന്നതിനുള്ള കാര്യങ്ങളും കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ചെയ്യുന്നുണ്ട്. മഴയൊക്കെ കഴിഞ്ഞ് ശകലം ഒന്ന് വെയിലൊക്കെ പോയി ചെറുതായിട്ട് വന്നിട്ടുണ്ട്. ഒരു ചട്ടി എടുത്തിട്ട് ഇഞ്ചി കൊത്തിപ്പൊടിച്ചത്, പച്ചമുളക്, കൊച്ചുള്ളി വേണമെങ്കിൽ ചതച്ചെടുക്കാം. ഞാനിപ്പോൾ ചെറുതായിട്ട് അരിഞ്ഞത്. മാങ്ങ ചേർത്ത് വെക്കണം, മാങ്ങയുടെ സീസണാണല്ലോ. ഇത്രയും അരിഞ്ഞ് വെച്ചിട്ട് തേങ്ങ ഒതുക്കി എടുക്കണം. അതിനകത്ത് തന്നെ മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടി, ലേശം കുരുമുളക് പൊടി ഇത്രയും ഒതുക്കി എടുത്തതുമിട്ട് ഇത് കൈകൊണ്ട് തന്നെ തിരുമിയെടുക്കണം. ഉപ്പും ആവശ്യത്തിന് ചേർത്തോണം. കുടംപുളിയോ പിഴുപുളിയോ ഒന്നും ചേർക്കുന്നില്ല, മാങ്ങയ്ക്ക് പുളി ഉണ്ടല്ലോ, അതുകൊണ്ടാണ്. ഇത് ലേശം വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം. തിരുമിയിട്ട് കൈകൊണ്ട് തിരുമുന്നതാണ് നല്ലത്, അവരവരുടെ ഇഷ്ടം. മീനിട്ട് കഴിഞ്ഞിട്ട് പിന്നെ കൈകൊണ്ട് തിരുമണോ, അതും അവരവരുടെ ഇഷ്ടം. എന്നിട്ട് ഒരു ഒത്തിരി ഞെക്കിയപ്പോഴത്തേക്ക് തിരുമരുത്, മീനെല്ലാം ഉടഞ്ഞ് പനിലായി പോകും. അപ്പോൾ ഇനി മീനും കൂടി ഇട്ട് ഒന്നുകൂടെ ഒന്ന് തിരുമാം. മീനിടുന്നതിന് മുമ്പായിട്ട് ഉപ്പൊക്കെ കറക്റ്റിനാണോ എന്ന് നോക്കിക്കോണേ, അല്ലെങ്കിൽ ഉപ്പ് പുളി എന്തുവാന്ന് വേണമെന്ന് വെച്ചാൽ ചേർത്ത് കൊടുത്തോണം. അപ്പോൾ അതുമൊക്കെ ഇട്ട് നല്ലപോലെ തിരുമി അടച്ച് അടുപ്പത്തോട്ട് വെക്കാം. അതിൽ നിന്ന് വറ്റുന്ന നേരം കൊണ്ട് നമുക്ക് നമ്മുടെ മീനൊന്ന് വറുത്തെടുക്കുകയും കൂടെ ചെയ്യാം. മീൻ പൊരിക്കാനുള്ളത്. അപ്പോൾ മത്തി വീട് വെട്ടിച്ചതായിട്ടുണ്ട്. അതിനിച്ചിരി കറിവേപ്പിലയും കൂടി ഇട്ട് ഇളക്കി ഒതുക്കി അടച്ച് വെക്കാം. അപ്പോൾ മീൻ വറക്കുന്നതിന് സാധാരണ ഇവിടെ വറക്കുന്നത് പോലെ തന്നെ ഉപ്പ്, മഞ്ഞൾ, മുളക്, പിന്നെ കുരുമുളക് പൊടി ഇത്രയിട്ട് വറക്കാൻ വെച്ചേക്കുക. മീൻ അധികം മുരിയാത്തത് എപ്പോഴും സ്വാദ്, എന്നാൽ വേഗം വേണം. മുരിഞ്ഞു പോയാൽ കറവ് മുറവെന്ന് എളുപ്പം വെച്ച് ആവശ്യം തീരും. പിന്നെ കുറച്ച് ഒരു കോവല പിടിച്ചിട്ടുണ്ട്, ചെറിയൊരു കോവല, 2-3 കോവയ്ക്ക കിട്ടും. ഈ മെഴുകുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു, മോര് കാച്ചിയത് കൊണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മുടെ കറികളും ചോറും വിളമ്പിയിരിക്കുന്നത് കണ്ടു. അപ്പോൾ കഴിക്കട്ടെ, ശരി.